നമസ്കാരം. കേരളം അടുത്ത 2 മണിക്കൂറിൽ ഞെട്ടാൻ പോകുന്ന ചില സംഭവങ്ങളുണ്ട്. ഞെട്ടലെന്ന് പറഞ്ഞാൽ ഞെട്ടലോടെ ഞെട്ടലായിരിക്കും, പൊട്ടലായിരിക്കും, തല്ലായിരിക്കും, കൂട്ടത്തല്ലായിരിക്കും, കൂട്ടക്കരച്ചിലായിരിക്കും. ഏതൊക്കെയാണ് ആ കൂട്ടക്കരച്ചിലുകൾ, കൂട്ടത്തല്ലുകൾ? ആഹ്ലാദം അങ്ങ് ഡൽഹിയിൽ വരെ എത്തി. ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് പോലും ലഡു പൊട്ടിക്കുന്ന വളരെ വലിയ പ്രധാനമന്ത്രിയുടെ ഫോൺ കാൾ, പിന്നെ BJP നേതാക്കളുടെ ഫോൺ കാൾ, പ്രസിഡന്റിൻ്റെ ഫോൺ കാൾ, അമിത്ഷായുടെ ഫോൺ കാൾ, വലിയ തോതിലുള്ള ഞെട്ടിക്കൽ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ, നിയമം വന്നാൽ, നിയമത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ വലിയ ഞെട്ടലുണ്ടാവില്ല. കാരണം രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്നാണ് എല്ലാവരും കണക്കൂട്ടി വെച്ചിരിക്കുന്നത്. പക്ഷേ തോട്ടിപ്പുറത്തോട്ട് വന്ന വട്ടിയൂർക്കാവിൽ ശ്രീലേഖ IPS ജയിച്ചാൽ കേരളം ഒന്ന് ഞെട്ടും, ഒന്ന് വിറയ്ക്കും. ഒരു IPSകാരുടെ മുന്നിൽ കേരളം ഒന്ന് വിറയ്ക്കും. അത് കഴിഞ്ഞ് V മുരളീധരൻ ജയിച്ചാൽ ശബരിമല അയ്യപ്പൻ, സാക്ഷാൽ അയ്യപ്പൻ നേരിട്ടിറങ്ങി പണിതതുപോലെ തോന്നും. അവിടെ 1000 വോട്ടെന്ന് പറയുന്ന കടമ്പള്ളി സുരേന്ദ്രൻ തോൽക്കുകയും V മുരളീധരൻ ജയിക്കുകയും ചെയ്താൽ, നേരെ വെച്ച് പിടിച്ചാൽ ചാത്തന്നൂരിലേക്ക് പോകണം. ചാത്തന്നൂർ പയ്യോ വിട്ടുപോയി. കാട്ടാക്കടയിൽ ചിലപ്പോൾ ഒരു അത്ഭുതം നടന്നേക്കാം. PK കൃഷ്ണദാസ് അട്ടിമറി നടത്തിയാൽ കാട്ടാക്കടയിൽ അട്ടിമറി, അത്രയും തിരുവനന്തപുരത്ത് അട്ടിമറിയുള്ളൂ. പിന്നെ കരമന ജയൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളതും വളരെ കൃത്യമായി രാഷ്ട്രീയ രംഗം പരിശോധിക്കുന്ന മേഖലയാണ്. അത് കഴിഞ്ഞാൽ ചാത്തന്നൂർ, കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ മാത്രമാണ് വലിയ അട്ടിമറി BJP നടത്താൻ സാധ്യതയുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ ആലപ്പുഴയിൽ വലിയ സാധ്യതയില്ല. പിന്നെ എറണാകുളത്തേക്ക് പോയി കഴിഞ്ഞാൽ 2020 മണ്ഡലങ്ങളായ കുന്നത്ത് നാടും തൃപ്പൂണിത്തറയിലും വലിയ അത്ഭുതങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. നേരെ തൃശ്ശൂരിലേക്ക് വച്ച് പിടിച്ചാൽ പത്മജ വേണുഗോപാൽ ഒരു ഞെട്ടിക്കൽ കാൻഡിഡേറ്റായിട്ട് അവിടെ തന്നെയുണ്ട്. പാലക്കാട് ചെന്നാൽ ശോഭാ സുരേന്ദ്രൻ, വീണ്ടും മലമ്പുഴ കൃഷ്ണകുമാർ ഞെട്ടിക്കുമോ തുടങ്ങി. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഞെട്ടിക്കൽ കാൻഡിഡേറ്റ് കിടക്കുന്നത് കാസർഗോഡും മഞ്ചേശ്വരവുമാണ്. കാസർഗോഡ് അശ്വനി നിശബ്ദമായി നിൽക്കുകയും അവസാനം ജയിക്കുകയും ചെയ്യുമോ? അത് കഴിഞ്ഞാൽ പിന്നെ കിടക്കുന്നത് മഞ്ചേശ്വരത്താണ്. മഞ്ചേശ്വരത്ത് TK അഷറഫ് ജയിക്കുമോ? അതുപോലെ തന്നെ K സുരേന്ദ്രൻ ജയിക്കുമോ? അങ്ങനെ BJP ഞെട്ടിക്കുന്ന ഒരു 7, 8, 9, 10 മണ്ഡലങ്ങളാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്. അത് കഴിഞ്ഞാൽ ലീഗുകാരും ചില ഞെട്ടിക്കൽ പരിപാടികളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ TP രാമകൃഷ്ണൻ തോറ്റുപോയാൽ അതൊരു ഹിമാലയൻ അട്ടിമറിയായിരിക്കും. നേരെ വന്നാൽ അഫിൻ വർഗി നമ്മുടെ ഇവിടെ ജയിച്ചാൽ, പിന്നെ ആറന്മുളയിൽ ജയിച്ചാൽ വലിയൊരു അട്ടിമറിയായിരിക്കും. വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി അട്ടിമറിച്ചുകൊണ്ട് അഫിൻ വർഗി ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ. അതുപോലെ തന്നെ രമേഷ് പിഷാരടി ജയിച്ചാൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന അതികായികയായ BJPയുടെ വലിയ നേതാവായിട്ടുള്ള, നാളെ BJP പ്രസിഡന്റോ BJPയുടെ ഗവർണറോ അല്ലെങ്കിൽ BJP നാളൊരു കാലത്ത് എന്നെങ്കിലും വന്നാൽ മുഖ്യമന്ത്രിയൊക്കെ ആകാൻ സാധ്യതയുള്ള BJPയുടെ പെൺസിംഹം ശോഭാ സുരേന്ദ്രനെ കേവലം ഒരു സീരിയൽ നടനായ രമേഷ് പിഷാരടി എടുത്ത് നിലത്തടിക്കുമോ എന്നുള്ളത് വളരെ കൃത്യമായൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ ചിന്തിച്ച് വരുമ്പോൾ കേരളത്തിലെ വ്യത്യസ്തമായ മണ്ഡലങ്ങളിൽ വലിയ ഞെട്ടിക്കൽ നടക്കാൻ സാധ്യതയുണ്ട്. 10,000 വോട്ടിന് താഴെ മാത്രമേ പിണറായി വിജയൻ പിടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ പിണറായി പിന്നെ രാജിവെച്ചാൽ മതി. അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിൻ്റെ ബേപ്പൂരിൽ PV അൻവർക്ക് തല മൊട്ടയടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 കോടി രൂപ കൊടുക്കാമെന്നാണ് PC ജോർജ് പറഞ്ഞിരിക്കുന്നത്. PC ജോർജ് പറഞ്ഞു, ഇന്നലെ എണ്ണിപ്പറഞ്ഞു, 419 ബൂത്തിൻ്റെ പ്രസിഡന്റുമാരും പിന്നെ കുറച്ച് വേറെ ആളുകളും എല്ലാം കൂടെ ചേർത്ത് 500-550 പേർക്ക് ഇന്ന് നല്ല ഉശിരൻ ബിരിയാണി ഇന്ന് ഉച്ചയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോഴാണ് പാണ്ടിക്കാട് എന്ന് പറയുന്ന മലപ്പുറത്തെ പാണ്ടിക്കാട് പഞ്ചായത്തിൽ 5000 പേർക്കാണ് ബിരിയാണി തയ്യാറാക്കിയിരിക്കുന്നത്. രാവിലെ ഇഡ്ഡലി, ഉച്ചയ്ക്ക് ബിരിയാണി. രാവിലെ 7 മണി മുതൽ അവർ ഭക്ഷണം പാചകം ചെയ്ത് തുടങ്ങും. ഉച്ചയ്ക്ക് 5000 പേർക്കാണ് അവർ ബിരിയാണി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്ത് കണ്ടിട്ടാണെന്നറിയില്ല. ഇനി അവസാനം LDF എങ്ങാനും വന്നാൽ ഈ ബിരിയാണി പാണ്ടിക്കാട് മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി എന്ത് ചെയ്യും എന്നൊരു ചോദ്യം വളരെ പ്രധാനമാണ്. കൊടുക്കുമായിരിക്കും, ആളുകൾക്ക് ബിരിയാണി കഴിച്ച് പിരിയാമായിരിക്കും. പക്ഷേ അങ്ങനെ കേരളത്തിലാകെ വലിയ അട്ടിമറികൾ നടക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ നിരവധിയാണ്. അഫിൻ വർഗിയുടെ കാര്യം നമ്മൾ പറഞ്ഞതുപോലെ നാദാപുരത്തും കുറ്റ്യാടിയുമൊക്കെ CPMൻ്റെയും CPIയുടെയും കോട്ടകളാണ്. അവിടെയൊക്കെ കൊത്തളങ്ങളിൽ, അതുപോലെ കൂത്തുപറമ്പിൽ മത്സരിക്കുന്നത് ലീഗിൻ്റെ ഒരു വനിതയാണ്. അവിടെ അത്ഭുതം സംഭവിക്കുമോ? KT ജലീൽ എന്തായാലും തോറ്റു തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് അവിടെ ഒരു അത്ഭുതവും സംഭവിക്കാനില്ല. കേരള കോൺഗ്രസിൻ്റെ മാണി ഗ്രൂപ്പിൻ്റെ 2 പേർ തോറ്റാൽ അത്ഭുതമാണ്, 2 പേർ തോറ്റാൽ അട്ടിമറിയാണ്. ഒന്ന്, പാലായിൽ ജോസ് കെ മാണി തോറ്റാൽ ജോസ് കെ മാണിയുടെ കേരളത്തിലെ പൊളിറ്റിക്കൽ കരിയർ വലിയൊരു കറുത്ത അധ്യായമായി നിൽക്കും. തൊട്ടപ്പുറത്ത് ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ തോറ്റുപോയാൽ, നിലവിലെ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ്, പൗലോസിനോടൊപ്പം തോറ്റുപോയാൽ, പിന്നെ റോഷി അഗസ്റ്റിൻ തോറ്റുപോയാൽ അത് വലിയൊരു ദുരന്തമായിരിക്കും. ഇനി നേരെ തിരുവല്ലയിലെത്തിയാൽ പ്രധാനമന്ത്രി വന്ന് പറഞ്ഞ് എൻ്റെ വലം കൈയാണെന്ന് പറഞ്ഞ് അനൂപ് ആൻ്റണി
അല്ലെങ്കിൽ പിന്നെ കേരള കോൺഗ്രസിൻ്റെ ജോസഫ് ഗ്രൂപ്പിൻ്റെ മാമൻ മാപ്പിളയോ മാമൻ വർഗീസോ ഒക്കെ ജയിച്ചാൽ മാത്യു ടി തോമസ് അവിടെ തോറ്റുപോയാൽ അത് വലിയൊരു അട്ടിമറിയായിരിക്കും. ഇനി തിരുവനന്തപുരത്തേക്ക് വീണ്ടും നമ്മൾ കേരളമാകെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും സഞ്ചരിച്ചാൽ നമ്മുടെ ഓർമ്മയിൽ വരുന്നതാണ് നമ്മൾ പറയുന്നത്. കാരണം ഇനി തിരുവനന്തപുരത്ത് വന്നാൽ കോവളത്ത് ഒരു ചെറുപ്പക്കാരൻ നിൽപ്പുണ്ട്. അവിടെ അത് പിന്നെ റൂഫസ് ഡാനിയൽ എന്ന് പറയുന്ന റൂഫസ് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം റൂഫസ് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ റൂഫസ് ജയിക്കുമോ? ജയിച്ചാൽ വലിയ അട്ടിമറിയായിരിക്കും കോവളത്ത് നടക്കുന്നത്. വിൻസെൻ്റ് നിലവിൽ 2 പ്രാവശ്യമായിട്ട് MLA ആണ്. വിൻസെൻറ്റിനെ പിന്നെ റൂഫസ് അല്ല, ഫഗത്ത് റൂഫസ് ആണ്. റൂഫസ് ഡാനിയൽ അല്ല, റൂഫസ് എന്ന് പറയുന്ന പിതാവാണ്. ഫഗത്ത് റൂഫസ് ആണ്. ഫഗത്താണ് മത്സരിക്കുന്നത്. ഫഗത്ത് റൂഫസ് അവിടെ മത്സരിക്കുന്നുണ്ട്. റൂഫസ് ഡാനിയലിൻ്റെ മകനായിട്ടുള്ള ഫഗത്ത് റൂഫസ് മത്സരിക്കുന്നുണ്ട്. ഫഗത്ത് അവിടെ ജയിക്കുമോ? ഫഗത്ത് ജയിച്ചാൽ വലിയ അത്ഭുതം അവിടെ സംഭവിക്കും. കാരണം ഒരു അട്ടിമറിയായിരിക്കും. ഇനി താഴേക്ക് വന്നാൽ കാട്ടാക്കടയിൽ അട്ടിമറി നടത്തിയാൽ PK കൃഷ്ണദാസ് ആണോ MR ബൈജു ആണോ? അതുപോലെ തന്നെ പാട്ടുംപാടി ജയിക്കുമെന്ന് പറയുന്ന നെയ്യാറ്റിൻകരയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമോ? അത്ഭുതം നടത്താൻ നിൽക്കുന്നത് ശക്തനാണ്. അല്ലെങ്കിൽ അവിടെ ചെങ്കൽ രാജശേഖരൻ നായർ എന്ന് പറയുന്ന വ്യവസായ പ്രമുഖനും ജനൻ TV-യുടെ MD ഒക്കെ ആയിട്ടുള്ള ചെങ്കൽ രാജശേഖരൻ നായർ ജയിക്കുമോ? ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കിയാൽ ഓരോ മണ്ഡലങ്ങളിലും 2-3 മണിക്കൂറിനകം നെഞ്ചിടിപ്പ് കൂട്ടുന്ന പലർക്കും ഹൃദയാഘാതം ഉണ്ടാക്കുന്ന, അല്ലെ മരിച്ചു പോകത്തൊന്നുമില്ല, പലർക്കും ആശുപത്രിയിലാകുന്ന, പലർക്കും ഗ്യാസ് പോകുന്ന, പലർക്കും വയറിളക്കം വരുന്ന, പലർക്കും ഛർദിൽ വരുന്ന, പലർക്കും തലകറക്കം വരുന്ന വളരെ വലിയ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹിന്ദു പാർട്ടിയായിട്ട് CPM-ന് തുടരാൻ പറ്റുമോ? കാരണം അവർക്ക് കിട്ടുന്ന മുഴുവൻ വോട്ടും ഹിന്ദുക്കളുടേതായിരിക്കും. ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഒരു വോട്ടും അവർക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ പിന്നെ ആരുടെ വോട്ടാണ്? ഹിന്ദുക്കളുടെ വോട്ടാണ്. അതോ ഹിന്ദുക്കളുടെ വോട്ട് BJP കൊണ്ടുപോകുമോ? BJP ഒരു തൂക്കുസഭ ഉണ്ടാകേണ്ട സ്ഥിതി ഇവിടെ വരുമോ? ഗവർണർ കുറച്ചു കാലമെങ്കിലും കേരളം ഭരിക്കുമോ? എന്താണ് കേരളത്തിൽ സംഭവിക്കുക? കാത്തിരിക്കുക അടുത്ത ഏതാനും നിമിഷങ്ങളും കുറച്ചു മണിക്കൂറുകളും.